സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അതേസമയം സ്വവർഗ വിവാഹം അംഗീകരിക്കാനാകില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്നാവശ്യപ്പെട്ട് ഒന്നിലധികം സ്വവർഗ ദമ്പതികൾ സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്നാണ് ഹർജികളിലെ ആവശ്യം. 2018 സെപ്റ്റംബർ 7 ഭരണഘടനയിലെ 377 വകുപ്പ് റദ്ദാക്കി സ്വവർഗരതി നിയമവിധേയമാക്കിയുള്ള സുപ്രീം കോടതിയുടെ ചരിത്രവിധി പുറത്തിറങ്ങിയത്. എന്നാൽ സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമസാധുത നൽകിയിരുന്നില്ല. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. അതേസമയം സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. സ്വവർഗാനുരാഗം ഭാര്യ, ഭർത്താവ്, കുട്ടികളെന്ന ഭാരതീയ കുടുംബ സങ്കല്പത്തിനും സംസ്കാരത്തിനും യോജിച്ചതല്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. ഇഷ്ടമുള്ളയാളെ വിവാഹം ചെയ്യാൻ ഭരണഘടന നൽകുന്ന അവകാശം സ്വവർഗ വിവാഹത്തിനുള്ളതല്ലെന്നും സ്വവർഗ വിവാഹം ഒരു പൗരന്റെ മൗലികാവകാശമായി പരിഗണിക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.